ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട നടക്കുന്ന കോൺകോടിയ സമ്മർ ഫെസ്റ്റിനാണ്. ഇത് തുമ്പമൺ ഭദ്രാസനം പള്ളിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഒരു ഫെസ്റ്റാണ്. ഞാനത് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പോയിട്ട് വന്ന വഴി ഇതിൻ്റെ സെറ്റൊക്കെ ചെയ്യുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊന്ന് വരണമെന്ന്. ഇവിടെ 1-2 കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് അതിനകത്തിട്ടു. പിന്നെ എല്ലാ ഫെസ്റ്റിനും വരുന്ന പോലെ തന്നെ ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഇവിടെ ഉണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഊഞ്ഞാലുമുണ്ട്, പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത നല്ലൊരു ഊഞ്ഞാലും. അപ്പം നമുക്ക് ആ ഊഞ്ഞാലിലൊന്നിരുന്ന് ആടിയിട്ട് പോകണമല്ലോ, ഇല്ലേ? ഊഞ്ഞാലിന് വിഷമാവൂല്ലേ? അപ്പോൾ നമ്മളെയൊക്കെ മുന്നേ വന്ന 1-2 പേര് അതിലിരിക്കുമായിരുന്നു. നമ്മളും അവർ പോയി കഴിഞ്ഞപ്പോൾ ഇരുന്ന് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇനി നമുക്ക് മുന്നോട്ട് പോവാം. നല്ല രസമുണ്ട് ഇവിടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്ന കാണാൻ. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ? ചെടികളും പൂക്കളും ഒന്നും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ലല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടോ ഇല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കണ്ട് ഇവിടെ മഴ പെയ്തതിൻ്റേതായിട്ട് വെളിയിലൊക്കെ കുറേ ചള്ളയായിരുന്നു. അപ്പോൾ ഇവിടെയും അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? നോക്ക്, എല്ലാ ഫെസ്റ്റിനും ഇതുപോലെ ഒരിതുണ്ടാവുമല്ലോ. അപ്പം ചിലർ വിചാരിക്കും എന്തോ ഇത്ര കാണാനെന്ന്. ചുമ്മാ നമ്മളൊരു വീഡിയോ എടുത്തപ്പം എല്ലാം എടുക്കണമല്ലോ, അങ്ങനെ എടുത്തതാണ്. ഇവിടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരാൾ നോക്കിക്ക് അകത്തൊരാൾ നിൽക്കുന്നത്. ഇതാരാ? മൗഗ്ലിയാണോ? ആരാന്നറിയത്തില്ല. അതിലൂടെ അതെന്തോ നോക്കാൻ പോവാം. അതെന്തുവാന്ന് ചോദിച്ചാൽ എന്തോ അത് ദിനോസറിൻ്റെ പുറത്ത് മൗഗ്ലിയോ അങ്ങനെ എന്തോ ഒരു ഇത്. ഒരുത്തി പോയി അതിൽ തൊട്ട് നോക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാത്തിനും തൊട്ട് നോക്കണം, എങ്കിലേ ഒരു സമാധാനം ഉണ്ടാവും. കണ്ടില്ലേ? ഇനി അപ്പുറത്തു കൂടി പോയി നമുക്കതിനെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നു. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോവാം. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം വെള്ളമാണ്. തെന്നി അടിച്ച് വീണാൽ നല്ല രസമായിരിക്കും. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽ. ഇന്ന് എന്തോ ഗാനമേളയായിരുന്നു. കഴിഞ്ഞ ദിവസം നോക്കിക്കേ, എന്തോ കോമഡി ഷോ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഗാനമേളയായിരുന്നു. റിബൺ അങ്ങനെ എന്തോ ഒരു ടീമിൻ്റെയാണേ. കുറച്ച് നേരം നമുക്ക് ഗാനമേള കണ്ടിട്ട് പോവാം. നോക്കിക്കേ, നല്ല ഭംഗിയില്ല. ഇതാരാ ഇത്? മൗഗ്ലിയല്ലേ? മൗഗ്ലി അല്ല എന്നാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത്. എനിക്ക് മൗഗ്ലി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ നോക്കിക്കേ, എത്ര തരത്തിലുള്ള റോസാ ചെടികളുണ്ടെന്ന്. എനിക്ക് ഒത്തിരി പൂവുണ്ടല്ലേ. അമ്മയൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ചെടിയുടെ അടിച്ച് മാറ്റിക്കൊണ്ടെങ്കിലും പോയേനെ. ചെടികളെന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആണല്ലോ. ഇനി നമുക്ക് പെറ്റ്സിൻ്റെ അവിടേക്ക് പോകാം. നോക്കാം, ഫിഷ് നല്ല ഭംഗിയില്ലേ കാണാൻ? നമുക്കങ്ങനെ ഇവരെ ഓരോരുത്തരായിട്ടൊന്ന് കാണാമേ. നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ചെറിയൊരു വഴിയായി, ഇത് ഇടവഴി പോലെ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ പുറകിലും മുന്നിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊരു അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മോശമല്ലേ. അപ്പം ഞാൻ എളുപ്പം ഒന്ന് എടുത്തെടുത്ത് പോയി. അടുത്ത ആളെ നോക്കാം. നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ? ഇവരെ കാണാൻ എന്ത് ഭംഗിയല്ലേ? ഇവരുടെ പച്ചയും ഓറഞ്ചും ഒക്കെ കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം മീനൊന്നും അധികകാലം എൻ്റെ കയ്യിൽ ഇരിക്കാറില്ല. ഞാൻ നോക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കും. എല്ലാം പെട്ടെന്ന് ചത്തു. നോക്കിക്കേ, ഈ കളറൊക്കെ ഞാനിതിൻ്റെയൊക്കെ കാര്യമാണ് പറഞ്ഞത്. ഈ ഓറഞ്ചും ഇതിൻ്റെ ഗ്രീനും ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇത് 3-4 തവണ അങ്ങനെ മീനിനെ മേടിച്ച് വളർത്താൻ നോക്കിയിട്ടൊന്നും നടക്കാതായപ്പം പിന്നെ ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തി. നോക്കിയാൽ 3 പേര് കറക്റ്റ് ഓർഡറിലിരിക്കുന്നല്ലേ? എന്ത് രസമായിട്ടിരിക്കുന്നത് നോക്കിക്കേ. അവർ എല്ലാത്തിനും പോയി തൊട്ട് നോക്കുന്നുണ്ട്. അവർ തിരിച്ച് കണ്ണു വെച്ച് നോക്കുന്നുണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു വീഡിയോ എടുത്തത്. എല്ലാവരും വന്ന് തൊട്ട് നോക്കിയൊക്കെയാണ് പോകുന്നത്. നല്ല ഭംഗിയിലേ കാണാൻ? അതിൻ്റെ ചിറകുകൾ, എത്ര ചിറകുകളല്ലേ? ഇതോ വലിയൊരു മീന്. നല്ല ഭംഗിയിലേ കാണാൻ? ഞാനിതിനെയൊന്നും മുന്നേ കണ്ടിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ഫെസ്റ്റിനധികം പോകാറില്ല കേട്ടോ. എന്നുവെച്ചാൽ ഈ മീനൊക്കെ അത്ര ഇങ്ങനെ രസമായിട്ടായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെറുകെ ഇറങ്ങിയതാണ്. ഇതിനെ കാണാൻ നല്ല രസമല്ലേ? നല്ല ഇതിൻ്റെ ദേഹത്ത് എന്തൊക്കെയോ ഡിസൈനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? ഇവരെയാണ് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് പറഞ്ഞത്, വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞത്. ഇത് ഈ 2 കളറിലും കുറേ എണ്ണത്തിന് ഞാൻ വാങ്ങിയിട്ടിരുന്നു. പക്ഷേ അതെല്ലാം 1 മാസത്തിൽ കൂടുതൽ നിന്നില്ല. എല്ലാ എണ്ണവും ചത്തുപോയി. തീറ്റ കൊടുക്കുന്നതിൻ്റെ ആണോ എന്തുവാണോ എന്നൊന്നും അറിയത്തില്ല. നോക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും. അതിൽ പിന്നെ ഞാൻ മീനൊന്നും വാങ്ങിയില്ല. 3-4 തവണ വാങ്ങിയതെല്ലാം ഇങ്ങനെ ആയപ്പം പിന്നെ വാങ്ങാതായി.
മീനുകൾക്കെല്ലാം ഇതാ മീനുകളുടെ ഇടയിൽ 1-2 കിളികളുണ്ട് കേട്ടോ. അത് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി എടുത്തപ്പോൾ പറ്റിയൊരു അബദ്ധമാണ്. ഇനി ഇവരുടെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ചെയ്യാമേ. ഇതാ നോക്കിക്കേ, നല്ല ഭംഗിയിലേ കാണാനാ. കിളിക്കുട്ടന്മാർ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നേ ഉള്ളത്. ഞാനതിൽ കറങ്ങി പോകുന്നതിന് പകരം വീണ്ടും ഇടയ്ക്ക് അവരുടെ ഒന്ന് എടുത്ത് വെച്ചതാണ്. ഇതാ കൊഞ്ചല്ലേ ഇത്, നോക്കുന്നുണ്ടല്ലേ ഇപ്പോൾ എന്നെ കടിക്കാനല്ലോ പിടിക്കാനൊക്കെ ഉണ്ട്. നോക്കാം കൈ അനക്കുന്നത്. അപ്പം എല്ലാവർക്കും അത്യാവശ്യം പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവില്ല. എൻ്റെ മുന്നിൽ പോയ ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊക്കെ മിണ്ടി പറഞ്ഞൊക്കെ പോയി ഇതിനോടൊക്കെ കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പാർട്ട് 2ഉം 3ഉം ഞാൻ ഇടാവേ. കുറച്ച് ലോങ് ആ വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. അവർക്കൊക്കെ സന്തോഷമായിരിക്കും. വെക്കേഷനൊക്കെ ആയിട്ട് കുഞ്ഞുമക്കളൊക്കെ വെറുതെ ഇരിക്കുമല്ലേ. ഈ കുഞ്ഞു മീനിനെയൊക്കെ കാണുമ്പോൾ പകൽ പോയാൽ മതി. പകലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര തിരക്കുണ്ടാകത്തില്ലായിരിക്കും. പകൽ പോകുമ്പം എനിക്ക് എത്രയാണെന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പറഞ്ഞവരെല്ലാം 50 രൂപ എന്നാണ് പറഞ്ഞത് ടിക്കറ്റ്. വൈകിട്ട് പോയപ്പോൾ 100 രൂപയായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേ ഷോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കേട്ടോ, പത്തനംതിട്ട ജില്ലയിലുള്ളവരൊക്കെ. എന്ന് വെച്ചാൽ വലിയ രസമൊന്നും ഞാൻ പറയത്തില്ല, എന്നാലും കുഞ്ഞുമക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് മൃഗങ്ങളും പക്ഷികളും അങ്ങനെ കുറച്ച് പഴയ കാല ചോക്ലേറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക കേട്ടോ.